അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് മക്കളെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ ഒരു വലിയൊരു ഇടവേള കഴിഞ്ഞ് നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണല്ലേ. ഫിഖിന്റെ പരീക്ഷയൊക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് എഴുതിയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? എളുപ്പമായിരുന്നോ? അതിൻ്റെ മാർക്കൊക്കെ പറ്റണവർ, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കുകൾ എത്രയെന്ന് കഴിയണവർ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് കോമെന്റ് ചെയ്യണേ ഇൻഷാ അള്ളാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഈ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ വെറും അതിൻ്റെ ഉത്തരം മാത്രം മനസ്സിലാക്കാതെ ആ പാഠവും അതിൻ്റെ അടുത്തുള്ള ഒരുപാട് ആൻസേഴ്സും നമ്മൾ ഡിസ്കഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗൈഡ് ഓൺ എന്നുള്ളതിൻ്റെ കീഴിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പാഠഭാഗത്ത് കിതാബിൽ ഏത് ഭാഗത്താണ് അതിൻ്റെ ആൻസർ വരുന്നത് എന്നും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഇൻഷാ അള്ളാ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻ്റ് എല്ലാം ചെയ്യുക. ഇൻഷാ അള്ളാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേര് ഒന്ന് ജസ്റ്റ് പേരോ അല്ലെങ്കിൽ എന്താണ് സ്ഥലോ, നിങ്ങൾ ഏത് സ്ഥലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണേ ഇൻഷാ അള്ളാ. നിങ്ങൾ എവിടെയുള്ള ആളുകളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരുപാട് വൈകിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം, ഡിസ്കഷനിലേക്ക് കടക്കാം. ഒന്നാമത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തഫ്സീർ ആണല്ലോ നാളത്തെ എക്സാം. 2025-24 തഫ്സീർ ചർച്ച ചെയ്യുമ്പോൾ വഫിക് യോജിപ്പിക്കുക. അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീന ഫഖത് ഫിൽ ആഖിറ. അന്ത്യനാളിൽ, അവസാന നാളിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ ആരാകുന്നു? ഇതിൻ്റെ ആൻസർ നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഇതിൻ്റെ തഫ്സീർ ഒന്ന് ഡിസ്കഷൻ ചെയ്യണം. ഇപ്പം നമുക്ക് ഫാത്തിഹയിലെ ഭാഗത്തിൽ നിന്നുണ്ടാവും റഹ്മാൻ റഹീം എന്നുള്ള 2 ടേം ഉണ്ട്. അൽ മുഹ്സിനു ഇലൽ ബരി വൽ ഫാജിരി ഫിദ്ദുനിയ. നന്മ ചെയ്യുന്നവൻക്കും തെമ്മാടിക്കും നല്ലവൻക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന ആളാകുന്നു റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ മാത്രം ഉപകാരം ചെയ്യുന്നവനാണ് റഹീം. അപ്പൊ റഹ്മാനും റഹീമും എന്താന്നുള്ള ഡെഫിനേഷൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണേ. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവനാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും റഹീം. ഓക്കെ, ഇനി അടുത്തത് ദമുൻ ഖലീലുൻ. ദമുൻ അതൊരു രക്തമാണ്, ഖലീലുൻ കട്ടയായ രക്തം. അപ്പോൾ ഇതിനുള്ള ആൻസർ ഏതാന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. നമുക്ക് സൂറത്തുൽ ഇഖ്റ അൽ ഖാരി, സൂറത്തുൽ ഇഖ്റ ബിസ്മി റബ്ബി, സൂറത്തുൽ അലക്ക് ഒന്ന് എടുത്ത് നോക്കിയേക്കാം. സൂറത്തുൽ അലക്ക് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അലക് എന്നുള്ള പദം ദമുൻ അലീലുൻ എന്നുള്ളതായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, അലക്. അപ്പൊ ഇങ്ങനെയുള്ള ഒറ്റ പദങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അലക്ക് അല്ലേ? അപ്പൊ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഇതാ പേന കൊണ്ട് ആദ്യം എഴുതിയ ആള് ഇദ്രീസ് നബി അലൈഹി സ്വലാമാണ്. അതൊക്കെ വലിയൊരു പോയിന്റാണ്. പിന്നെ ഖുറാനിലെ ആദ്യം ഇറങ്ങിയ 5 ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഇതൊക്കെ അല്ലെ? ആദ്യം ഇറങ്ങിയ 5 ആയത്താണ്. അപ്പൊ അലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമുൻ അലീലും, രക്തക്കട്ട എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് 3 ദീനുൽ മില്ലത്തിൽ മുസ്തഖീമ. ഈ യോജിപ്പിക്കുക, ഇവിടെ ഒരു ആൻസർ തന്നിട്ട് അവിടെ നിന്ന് ഒരു ആൻസർ എടുത്ത് യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ. ഇപ്പൊ ദീനുൽ മില്ലത്തിൽ മുസ്തഖീമ, ഇതിലത്തെ പദങ്ങള് ഇപ്പുറത്തെ ഇതില് ഏതെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കി. ഇപ്പൊ ദീന് അല്ലേ, ദീൻ എന്നുള്ള പദം ഇപ്പുറത്തുണ്ടോ? ഇതാ ദീനുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ യോജിപ്പിക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ ചില പദങ്ങളൊക്കെ ഇങ്ങനെ യോജിപ്പിച്ച് വരാം. ഇപ്പൊ ഇതില് നമുക്കിപ്പോ 1 മാത്രം കിട്ടി, ബാക്കിയുള്ളത് ചിലപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ
മാച്ചിങ്, വാക്കുകളിൽ തന്നെ മാച്ചിങ് ആയിട്ട് വരുന്നതുണ്ടാവാം. അപ്പൊ ദീനുൽ മില്ലത്തുൽ മുസ്തഖീമ, നമുക്ക് ആ പാഠം സൂറത്തുൽ ബയ്യിന എന്ന് എടുത്ത് നോക്കിയേക്കാം. സൂറത്തുൽ ബയ്യിന എടുത്ത് നോക്കുമ്പോൾ ഇതിനിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദീനുൽ ഖയ്യിമ, ദീനുൽ മില്ലത്തുൽ മുസ്തഖീമ, കണ്ടോ, നേരായ മാർഗം. അതെന്താണ് ഇപ്പൊ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? നമ്മള് തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം കൽപ്പിക്കുന്ന ഒരേ കാര്യം തന്നെയുള്ളൂ. എന്ത്? അള്ളാഹുവിനെ ആരാധിക്കുക. അതും എങ്ങനെ? നന്മയുടെ ഭാഗത്തേക്ക് ചാഞ്ഞവനായിട്ട്. ഈ ഹുനഫാ എന്നുള്ള പദം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണത് നല്ലതാണ്. അൽ മാഇലീന ഇലൽ ഖൈർ. ഹുനഫാ എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? നന്മയിലേക്ക് ചാഞ്ഞ ആൾ എന്ന അർത്ഥം. അപ്പൊ ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ? ദീനുൽ മില്ലത്തുൽ മുസ്തഖീമ. അപ്പൊ നമുക്ക് കിട്ടി ദീനുൽ മില്ലത്തുൽ മുസ്തഖീമ എന്നുള്ളത് ദീനുൽ ഖയ്യിമ. ഓക്കെ, മൂന്നാമത്തത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് തഅദിലു നിസ്ഫുൽ ഖുർആൻ. ഖുർആനിന്റെ പകുതി ഓതിയ കൂലി കിട്ടും. ഏതിന്? സൂറത്തുൽ സുൽസില ഒന്ന് എടുത്തു നോക്കിയേക്കാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ അല്ലേ, ആ സൂറത്ത് ഒന്ന് ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ ആൻസർ ഉണ്ടാകും. അപ്പൊ അവിടെ ഇദാ സുൽസില, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെ ഉണ്ട്. ഇദാ സുൽസില തഅദിലു ഇദാ സുൽസിലത്തി തഅദിലു നിസ്ഫുൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. അപ്പൊ ഇനി ഈ നമുക്ക് എല്ലാ പാഠം ജസ്റ്റ് നിങ്ങൾ നോക്കണം. ഇങ്ങനെ ഖുർആൻ പകുതി ഓതിയ കൂലി കിട്ടുന്ന സൂറത്തുകളുണ്ട്, 1/3 ഓതിയ കൂലി കിട്ടുന്ന സൂറത്തുണ്ട്, 1000 ആയത്തുകൾ ഓതിയ കൂലി കിട്ടുന്ന സൂറത്തുകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോ ഇവിടെ ഇദാ സുൽസില എന്നുള്ളത് എന്താണ്? തഅദിലു നിസ്ഫുൽ ഖുർആൻ, ഖുർആനിന്റെ പകുതി ഓതിയ കൂലി നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇദാ സുൽസിലത്തി, നാലാമത്തത് ഇവിടെ ആ ആൻസർ കിട്ടി. ഇനി അടുത്തത് ലൈലത്തുൽ ഖദർ. ആ സൂറത്ത് അറിയുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഓതിയൊക്കെ തന്നെ അതിന്റെ ആൻസർ കിട്ടും. ഏതാ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. കണ്ടോ, ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചാൽ മതി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ അല്ലേ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള മാസമാണ് ലൈലത്തുൽ ഖദർ അല്ലേ. ഇനി അടുത്തതോ ബലദുൽ അമീൻ, മക്ക. അത് സൂറത്തുൽ ളുഹ സൂറത്ത് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ സൂറത്തുൽ ളുഹ അല്ലേ, സൂറത്തുൽ ളുഹ അല്ല, വത്തീന്, സൂറത്തു തീൻ കേട്ടോ. സൂറത്തു തീൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഷറഹ് അല്ലേ, സൂറത്തു തീനാണ്. വഹാദൽ ബലദിൽ അമീൻ. അള്ളാഹു സത്യം ചെയ്യുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ഇവിടെ. ഏതൊക്കെയാണത്? ഒന്ന് വത്തീൻ, വസ്സൈത്തൂൻ, വതൂരി സീനീൻ, വഹാദൽ ബലദിൽ അമീൻ. ഈ 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹ് സത്യം ചെയ്ത് പറയാണ്. അത്തിപ്പഴം കൊണ്ടും, ഒലീവ് പഴം കൊണ്ടും, തൂരിസീന പർവ്വതം കൊണ്ടും, ഏറ്റവും നിർഭയത്വമുള്ള നാടുകൊണ്ടും അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ബലദുൽ അമീൻ, നിർഭയമായ നാട് പറഞ്ഞേതാ? മക്കയാണ്. ഇവിടെ നമുക്ക് ഈ പാഠത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ, അതിന്റെ ഡെഫിനിഷൻ ഇവിടെ വരുന്നുണ്ട്. സമറത്തും ഷജറത്തും മഷ്ഹൂറത്തും, പ്രസിദ്ധമായൊരു മരത്തിലെ ഫലമാണത്. അതിൻ്റെ അല്ലെങ്കിൽ ഫലം ഭക്ഷിക്കപ്പെടുന്ന പ്രസിദ്ധമായ മരത്തിലെ ഒരു ഫലമാണ്. തുസ്റാവെന്നും കൂടി ഉണ്ട്, കൃഷി ചെയ്യപ്പെടുന്നതും ഭക്ഷിക്കപ്പെടുന്നതുമായ എന്നുള്ളത് എഴുതാം. പിന്നെ അതിൻ്റെ ഒരുപാട് ഉപകാരങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. തുകല്ലിലുൽ ബൽഅമ, അതിന് അറബി മലയാളം ശരിക്കും എഴുതി വെച്ചാൽ മതി. തുകല്ലിലുൽ ബൽഅമ, കഫം കുറക്കും. തുതഹിറുൽ കില്യത്തൈൻ, വൃക്കകൾ ശുദ്ധീകരിക്കും. തസീലു മാഫിൽ മസാനതി മിനർ റംലി, മൂത്രസഞ്ചിയിലെ കല്ലുകൾ നീക്കം ചെയ്യും. തഖ്തഉൽ ബവാസിർ, മൂലക്കുരു കൊഴിഞ്ഞു പോകും, അതായത് അതില്ലാതാക്കും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ, 4 ഉപകാരങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ സൈത്തൂൻ എന്ന് പറഞ്ഞാലും എന്താന്നുള്ളത് നോക്കി വെക്കണം. തൂരിസീന എന്നുള്ളത് എന്താന്നുള്ളത് നോക്കി വെക്കാം. തൂരിസീന പർവ്വതം എന്ന് അങ്ങനെ എപ്പോഴും മനസ്സിലാലോചിച്ചാൽ തന്നെ തൂരിസീന ചോദിച്ചാൽ നമുക്ക് എഴുതാം. എന്താ? ജബലുൻ അലീമുൻ, വലിയൊരു മലയാണ്. അപ്പോൾ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. മരങ്ങളും നദികളുമുള്ള, കണ്ടോ, ഒയൂൻ, നദികളുമുള്ള വലിയൊരു മലയാണ്. എങ്ങനത്തെ മലയാണ്? കല്ലമല്ലാഹു അലൈഹി മൂസ അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ആ മലയിൽ നിന്നാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ബലദുൽ അമീന് പഠിച്ചു അല്ലെ, അപ്പൊ 6. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് നോക്കിയേക്കാം. സിലി തഫാസിൽ ഇല ആയത്തിഹ,
യോജിച്ച ആയത്ത് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നല്ല ഉഷാറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് തേക്കാം. ആദ്യം നമുക്ക് നോക്കിയേക്കാം. അൽഹാക്കും അൽഹാക്കും അൽഹാക്കുമുത് തകാസുർ. അപ്പോൾ സൂറത്തു തകാസുർ നമുക്കൊന്ന് എടുത്തു നോക്കിയേക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഷറഹ് നോക്കിയേക്കാം. സൂറത്തു തകാസുർ എന്താണ് അവിടെ നമുക്കുള്ളത്? അൽഹാക്കും, അതായത് ശഅലക്കും അൻ ത്വാഅത്തില്ല, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നില്ല. കാരണം എന്താ? അവര് ബിസിയാണ്. എന്താണ് അവരെ ബിസിയാക്കിയ കാര്യം? എന്താ അറിയോ? അള്ളാഹുവിന് വഴിപ്പെടാതെ അവരെ വലിയ ബിസിയാക്കിയ കാര്യം എന്താ? അത്തക്കാസുർ. എന്താണ് തക്കാസുർ? ഇത് ചോദ്യം ഉണ്ടാവാം സാധ്യത ഉണ്ട്. തക്കാസുർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തഫാഹുർ ബിൽ അംവാലി വൽ ഔലാദ് എന്നാണ്. സന്താനങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും അഹങ്കരിക്കുന്നതിനെയാണ് തക്കാസുർ എന്ന് പറയാം. അപ്പൊ ഷാലക്കും അൻ ത്വാഅത്തില്ല, അൽഹാക്കും എന്നുള്ളതിന്റെ തഫ്സീർ ഷാലക്കും നിങ്ങൾ എന്താണ് വലിയ ജോലിക്കാരാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേക്കാം. അൽഹാക്കും ഇവിടെ ഉണ്ടോ? ഫസ്റ്റത്തെ ആണോ, സെക്കൻഡത്തെ ആണോ, തേർഡത്തെ ആണോ, ഫോർത്തത്തെ ആണോ? അല്ല, ഫിഫ്ത്ത്. ഷഅലക്കും അൻ ത്വാഅത്തില്ല. അപ്പൊ നമുക്കിവിടെ 1 നടാം. യൗമ യകൂനുൻ നാസു കൽ ഫറാഷി. യൗമ അന്നേ ദിവസം യകൂനുൻ നാസു ജനങ്ങളാകും കൽ ഫറാഷി. എന്ത്? ഈയാമ്പാറ്റുകളെ പോലെ പോകും. അപ്പൊ നമുക്ക് ഇനി മേ ബി ഇത് ഏത് രീതിയിലും വരാം. കൽ ഫറാഷ് എന്ന് അടിവരട്ടിട്ട് അതെന്താന്നുള്ളത് എഴുതാനും വരാം. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നോക്കേണ്ടത് ഏതിൽ വെച്ച് കഴിഞ്ഞാല് സൂറത്തുൽ ഖാരിയ എടുത്ത് നോക്കിയേക്കാം. സൂറത്തുൽ ഖാരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഉണ്ട്. എവിടെ? യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്. അന്നേ ദിവസം യൗമ യകൂനു ജനങ്ങളാകും കൽ ഫറാഷി, ഈയാമ്പാറ്റകളെ പോലെ. എന്താണ് ഈയാമ്പാറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൽ ഹശറത്തുല്ലതി തതസാഖതു അലൻ നാരി ഫിൽ ലയാലി. രാത്രിയിൽ തീയിൻ്റെ മുകളിൽ വീഴുന്ന പാറ്റകൾക്കാണ് എന്ത് പറയാ? അൽ ഹഷറത്ത്, അതായത് ഫറാഷ്, ഈയാമ്പാറ്റകൾ എന്ന് പറയാം. പാറ്റകൾ ഉണ്ടല്ലേ, വിളക്കിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് പാറ്റകൾ ഇങ്ങനെ വരും. എന്നിട്ട് ലാസ്റ്റ് അവരെ തീയിന്റെ മേലെ തന്നെ പോയി ചാടും ചെയ്യും അല്ലെ. അൽ ഹഷറത്തുല്ലതി തതസാഖതു അലൻ നാരി ഫിൽ ലയാലി. രാത്രിയിൽ തീകളുടെ മുകളിൽ വീഴുന്ന കൊഴിഞ്ഞു പോകുന്ന ആ ഒരു കൂട്ടം ജീവികൾക്കാണ് ഈയാമ്പാറ്റകൾ എന്ന് പറയാം. നമുക്കിവിടെ വേറൊരു കാര്യം കേട്ടോ. അൽ ഖാരിയ എന്നുള്ള പദം എന്താന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കേണ്ടത് നല്ലതാണ്. കാരണം ഖാരിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് എന്ന് അർത്ഥം, ഖിയാമത്ത് നാൾ എന്ന് അർത്ഥം. ഈ ഖിയാമത്ത് നാളിന്റെ മറ്റൊരു പേരാണ് ഈ ഖാരിയ എന്ന് കേട്ടോ. അതിന് പേര് വെക്കാനുള്ള കാരണം എന്താ? ലി അന്നഹ തഖറവുൽ ഖുലൂബ് ബിൽ ഫസഇ വശദായിദ്. പേടി കൊണ്ട് ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാല് പേടിയായിട്ടേ നമ്മുടെ കൽബ് ഇങ്ങനെ ഇടിക്കും. അത് കാരണത്താലാണ്. അപ്പൊ ഖാരിയ പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം എന്നറിയോ? ഇങ്ങനെ എന്താണ്? ഇടിക്കുക എന്നുള്ള അർത്ഥം. കൽബുകൾ, ഹൃദയങ്ങൾ ഇങ്ങനെ ഇടിക്കും, ഹൃദയം ഇടിപ്പ് ഇങ്ങനെ കൂടുക. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിന് അൽ ഖാരിയ എന്നുള്ള പേര് വെക്കാനുള്ള ഒരു കാരണം എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നോക്കിയാൽ കേട്ടോ. പിന്നെ ഈ മംഫൂഷ് എന്നുള്ളത്, ഇഹിന് എന്നുള്ളതും മംഫൂഷ് എന്നുള്ളതും, ഇഹിൻ എന്ന് പറഞ്ഞാൽ സൂഫ് എന്നാണ് അർത്ഥം, പഞ്ഞി. മന്ദൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മംഫൂഷ് എന്ന് പറഞ്ഞാൽ മന്ദൂഫ്, ഇങ്ങനെ പൊട്ടിച്ചെതറിയ, പൊടി പാറിക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്താ ഉള്ളത്? യൗമ യകൂനു കൽ ഫറാഷ്. അതാ അപ്പൊ നേരെ അതിന്റെ മുമ്പത്തെ അൽ ഹശറത്തുല്ലതി തതസാഖതു അലൻ നാരി ഫിൽ ലയാലി. മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഇത് നോക്കണം കേട്ടോ. മാ വദ്ദഅക റബ്ബുക. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ചില വാക്കുകൾ ഇങ്ങനെ മാച്ച് ആവുന്നുണ്ടോ നോക്കുക. മാ വദ്ദഅക റബ്ബുക. ഇതിങ്ങനെ ഏതെങ്കിലും ഇതിൽ നോക്കണ്ടോ? മാ തറക്കക റബ്ബുക. കണ്ടോ? വദ്ദഅക റബ്ബുക, തറക്കക റബ്ബുക. ഒരു മാച്ചിങ് കിട്ടുന്നില്ലേ? ഇനി അതിന്റെ നേരെ എടുത്ത് വഇലാ റബ്ബിക ഫർഗബ് ഫർഗബ് ഇജ്ഗൽ റഗബതക. കണ്ടോ? റഗബ് റഗബ് ഫർഗബ്. കണ്ടോ? ഒരു മാച്ചിങ് കിട്ടുന്നില്ലേ? ഇപ്പൊ 2 ആൻസർ നമുക്ക് അങ്ങനെ മാച്ചിങ് ആക്കി എഴുതാം. പിന്നെ അടുത്ത് നോക്കാം. ഫൽ മോയറാത്തി സുബ്ഹ സുബ്ഹ് സുബ്ഹ് അൽ ഖുയൂലലത്തി തുയറ അൽ വദ്വി അൽ അലൽ അദുവി വഖ്ത സുബ്ഹ് സുബ്ഹ്. കണ്ടോ? 3 നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം, ചില വാക്കുകളുടെ മാച്ചിങ് നോക്കിയിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് മാ വദ്ദഅക റബ്ബുക, അത് ഏത് സൂറത്തിലാണ് വരുന്നത്? നമ്മുടെ സൂറത്തുൽ ളുഹ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഇതാ മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഈ സൂറത്തിന്റെ ഒരു കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 ദിവസം വഹി വന്നില്ല. ഈ സമയത്ത് കാഫിരീങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, നബിയെ അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന റബ്ബഹു വദ്ദഅഹു വഖലാഹു, അള്ളാഹു നബിയെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നബിയുടെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കി. ആ സമയത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. എന്താ ഇറങ്ങുന്നത്? അള്ളാഹുവിന്റെ കലാമല്ലേ, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ നിങ്ങളോട് അള്ളാഹ് ദേഷ്യപ്പെട്ടിട്ടില്ല, നിങ്ങളോട് എന്താണ് അള്ളാഹു ഒഴിവാക്കിയിട്ടുമില്ല. മാ തറക്കക റബ്ബുക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. പിന്നെ വലിൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഇവിടെ ഊല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ദുന്യാവാട്ടോ. ആഖിറത്തിനേക്കാൾ ഒന്നാമത്തെ ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലത് ആഖിറമാണ് എന്നുള്ളത് പഠിക്കാം. ഈ പാഠത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. നബിത്തങ്ങൾ യതീം ആയത് എങ്ങനെയാണ്, നബിത്തങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുത്തത് എങ്ങനെയാണ്. ഇവിടെ വവജദക ലോലൻ, നബിത്തങ്ങൾ വഴി പിഴച്ചവൻ എന്നാണ് ലോലൻ എന്നുള്ളതിന്റെ അർത്ഥം. അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കും. യതീമായത് എങ്ങനെയാണ്? പിതാവ് മരണപ്പെടൽ കൊണ്ട്. പിന്നെ അള്ളാഹു എങ്ങനെ സംരക്ഷണം നൽകിയത്? ആദ്യം അബ്ദുൽ മുത്തലിബ് സംരക്ഷിച്ചു, പിന്നെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് സംരക്ഷിച്ചു, പിന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം പിതൃവ്യൻ അബൂ ത്വാലിബ് സംരക്ഷിച്ചു. അങ്ങനെയാണ് നബിത്തങ്ങളെ അള്ളാഹു സംരക്ഷിച്ചത്. ഇനി നബിത്തങ്ങൾ ലോലൻ വഴിപിഴച്ചവൻ എന്നുള്ളതല്ല, അവിടെ ശരിക്കും എന്താ, ഖാലിയം മിന ശരിയത്തി, ഒരു ശരിയത്തും ഇല്ലാത്ത ആളായിട്ടാണ് റസൂൽ ഉണ്ടായിരുന്നത്. ഫഹദ, എന്നിട്ട് റസൂലിനെ എന്ത് ചെയ്തു, നബി അള്ളാഹു സന്മാർഗത്തിലാക്കി. പിന്നെ നബിത്തങ്ങൾ എന്ത് ചെയ്തു, അവിടെ ആയിലൻ എന്നുള്ള പദം നോക്കി വെച്ചോളയും, ഫക്കീറൻ ദരിദ്രനായിരുന്നു. എന്നിട്ട് അള്ളാഹു അനീമത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ അനീമത്ത് കൊണ്ടും ഖദീജ ബിയുടെ സമ്പത്ത് കൊണ്ടും അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമ്പത്ത് കൊണ്ടും അൻസാരികളുടെ സഹായം കൊണ്ടും നബിയെ അള്ളാഹു സമ്പന്നനാക്കി. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട്, അതായത് നബി അള്ളാഹു എങ്ങനെയാണ് നബിയെ സമ്പന്നനാക്കിയത് എന്നുള്ളത് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇനി നമുക്കിവിടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്നുള്ളത് കാണാം. മാ തറക്കക റബ്ബുക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് 3. ഇനി വ ഇലാ റബ്ബിക ഫർഅബ് ഇജ്അൽ റഅബതക ഇലാ റബ്ബിക ലാ ഇലാ അഹദിൻ സിവാ. അപ്പൊ നമുക്ക് ആ ഒരു സൂറത്ത് ഏതിലാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് സൂറത്തു ശറഹ്. ഫഇദാ ഫറഅത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഅബ്, നിങ്ങൾ നബിയെ നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് ആഗ്രഹിക്കണം. കണ്ടോ, ഇനി ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം പറയാനുണ്ട്. ഇന്നി ഉക്രിഹു, ഞാൻ വെറുക്കുന്നു, അൻ അറാഹദുക്കും, നിങ്ങളിൽ ഒരാളെ കാണല്, എങ്ങനെ, ഫാരിഅൻ ലാ ഫി അമലി ദുനിയ വലാ ഫിൽ അമലിൽ ആഖിറ, ദുനിയാവിലെ ഒരു അമലും ഇല്ല, അതേപോലെ തന്നെ ആഖിറത്തിലെ ഒരു അമലും ഇല്ലാതെ എന്താണ് നിങ്ങളെ കാണുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ കേട്ടോ. സൂറത്തു ഷറഹിന്റെ പ്രത്യേകത ഇതിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചോളി. ഹൃദയത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഷറഹ് ചില്ലുപാത്രത്തിൽ സൂറത്തു ഷറഹ് എഴുതിയിട്ട് അതിനെ പനിനീർ വെള്ളം കൊണ്ട്, അതായത് റോസാപ്പൂവിന്റെ വെള്ളം കൊണ്ട് മായ്ച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിലെ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കി വെച്ചോളി. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ എഴുതുകയും സാധാ ഒരു വെള്ളം കൊണ്ട് മായ്ക്കുകയും ചെയ്തിട്ട് അത് മായ്ച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മക്കും മനപ്പാടത്തിനും നല്ലതാണ് എന്നുള്ളത് ഈ സൂറത്തിനെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളി, ഏറ്റവും ഉപകാരപ്പെടും. അപ്പൊ ഇനി വൈല റബ്ബിക ഫർഅബ് ഇജ്അൽ റഅബതക ഇലാ റബ്ബിക ലാ അഹദിൻ സിവാഹു 4. ലാസ്റ്റ് ആൻഡ് ഫൈനലി 5, അത് ബാക്കി ഉണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ ആ പാഠം നോക്കണം. ഫൽ മുഗൈറാത്തി സുബ്ഹ. അപ്പൊ സൂറത്തുൽ ആദിയാത്ത് ഒന്ന് എടുക്കണം. എല്ലാവരും ആദിയാത്ത് ഒന്ന് എടുക്കൂ. ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള കുതിരകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്നല്ല ആദിയാത്ത്, 2 മൂരിയാത്ത്, മുഗൈറാത്ത്. ഈ 3 കുതിരകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദിയാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുയൂൽ അല്ലതി തസ്റൂ ഫിൽ കരി അൽ അദുവി, ശത്രുവിന്റെ നേരെ യുദ്ധത്തിൽ കുതിച്ചോടുന്ന കുതിരകൾക്കാണ് ആദിയാത്ത് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണേ, ശത്രുക്കളുടെ നേരെ യുദ്ധത്തിൽ കുതിച്ചോടുന്ന കുതിര ആദിയാത്ത്. മൂരിയാത്ത് എന്ന് പറഞ്ഞാലോ അൽ ഖുയൂൽ അല്ലതി തുവാരി നാറൻ, തീ പാറിപ്പിച്ച് ഓടുന്ന കുതിരക്കാണ് മൂരിയാത്ത് എന്ന് പറയാം.
അൽ മുഗീറാത്ത് സുബ്ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സുബ്ഹിന്റെ സമയത്ത് ശത്രുക്കൾക്ക് നേരെ കുതിച്ചോടുന്ന കുതിര, സുബ്ഹിന്റെ സമയത്ത്. അപ്പൊ ഈ 3 കുതിരകളെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കണം. പിന്നെ ഈ നഖ് എന്ന് പറഞ്ഞ ഉബാർ, നഖ് പറഞ്ഞ പൊടി പാറിച്ചോടുന്ന കുതിര എന്നർത്ഥം. നഖ് എന്ന് പറഞ്ഞ ഉബാർ, പൊടിന്ന് കേട്ടോ. അത് ശരിക്കും ഒന്ന് നോക്കി വെച്ചോളെ ആ പദം. അപ്പോ വൽ മുഗീറാത്ത് സുബ്ഹ എന്നുള്ളത് നമുക്കിത് കൺഫേം ആയി. നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. ബയ്യിൻ മാ തഹ്തഹു ഖത്തുൻ, താഴെ അടിവരട്ടതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് വിശദീകരിക്കുക. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ, അതേതാ? സൂറത്തുൽ ഹുമസ. സൂറത്തുൽ ഹുമസ എല്ലാവരും എടുക്കുകയും ഇവിടെ പറയുന്നുണ്ട് വൈലുൻ എന്നുള്ള പദമാണ് നമുക്ക് അവിടെ ചോദിച്ചിട്ടുള്ളത്. കലിമത്തും യുത്ലബു ബിൽ അദാബ്, ചെന്ന് നശിച്ചെന്ന് പോട്ടെ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വൈല്. നമ്മൾ കണക്ക് നാശം, ഇജന് എന്താവട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മോശമാക്കാൻ വേണ്ടി പറയല്ലേ, അത് ഇല്ലാണ്ടാവട്ടെ, അത് നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ശാപവാക്കുകൾ പറയല്ലോ. അതിൽ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് വൈലുൻ. അല്ല എന്നുണ്ടെങ്കിൽ വാദി ഫി ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ്, നരകത്തിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ രണ്ട് നമുക്ക് എഴുതാം. ശിക്ഷയെ തേടുന്ന ഒരു പദം, അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വര, അതാണ് വൈൽ. ഓക്കെ. പിന്നെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്. ഉമയ്യത്തുബിന് ഖലഫിനെ പോലെ ഒരുപാട് ആളുകൾ മുഅ്മിനീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കളിയാക്കിയ സമയത്താണ് ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. വൈലിൽ കുല്ലി ഹുമസത്തുൽ ഹുമസ എപ്പോഴാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ എഴുതാം. അപ്പൊ വൈൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ യുത്ലബു ബിഹൽ അദാബ് ഔ വാദി ഫി ജഹന്നം ട്ടോ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആ ആയത്ത് ഏതിലാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂറത്തുൽ ഫീൽ. അപ്പൊ എല്ലാവരും സൂറത്തുൽ ഫീൽ എടുത്തു നോക്കി. സൂറത്തുൽ ഫീൽ എടുത്തു കഴിഞ്ഞാൽ ദാ അതിൽ പഠിക്കാനുള്ളതാണ്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നപ്പെട്ട വൈക്കോല് പോലെ ആക്കി. കവറകി സറഇൻ അകലതഹു ദവാബ് വഅൽകതഹു റൗസൻ സുമ്മ യബിസ വതഫത്തത. കണ്ടോ, ഇത്രയും നമുക്ക് അതിന്റെ അറബി ഉള്ളത്. എന്താണ് അതിന്റെ മലയാളം? വറക്ക് സറഇൻ, കൃഷിയുടെ ഇലയാണെന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. എങ്ങനത്തെ വൈക്കോൽ അറിയോ? അകലത്തു ദവാബ്, അതിനെ ഒരു മൃഗം തിന്നിട്ടുണ്ട്. കന്നുകാലി ഭക്ഷിച്ച കൃഷിയുടെ ഇലയാണ്, അല്ലെങ്കിൽ കന്നുകാലി ഭക്ഷിച്ച വൈക്കോലാണ്. മാത്രമല്ല അൽക്കത്തോ റൗസൻ, അതിനെ കാഷ്ടമായിട്ട് ഇട്ടിട്ടുമുണ്ട്. സുമ്മ യബിസ, എന്നിട്ട് അത് ഉണങ്ങിയിട്ട് തഫത്തത്ത്, എന്നിട്ട് ആകെ ചിന്ന ഭിന്നമാവും ചെയ്തു. അതിനെയാണ് അസ്ഫിൻ മഅകൂൽ എന്ന് പറഞ്ഞത്. തിന്നപ്പെട്ട വൈക്കോല് പോലെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്ടം പോലെ, ചിന്നിച്ചെതിരെ കാഷ്ടം പോലെ ആക്കി എന്നുള്ളത്. അപ്പൊ ഈ ഒരു പാഠത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അബ്രാഹത്തിന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. പിന്നെ ആനന്റെ പേര് മഹ്മൂദ് എന്നാണ്. ഈ പാഠങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആനയുടെ പേര് മഹ്മൂദ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വയംനഊന അവർ തടയുന്നു. അൽ മാഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശ്യ വസ്തുക്കൾ എന്നുള്ള അർത്ഥം. അപ്പൊ അതിന്റെ നേരെ അടുത്ത സൂറത്തുൽ മാഊൻ. ഖുറൈശും കഴിഞ്ഞിട്ട് സൂറത്തുൽ മാഊൻ എന്ന് എടുത്തു നോക്കി. വയംനഊന അവർ തടയുന്നു. അൽ മാഊൻ. അൽ മാഊൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൽ മനാഫിൽ ബൈത്തി. ഇത്രയേ ഉള്ളൂ. വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ പേരാണ് മാഊൻ. വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ പേരാണ് മാഊൻ. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഉപ്പ്, വെള്ളം, തീ പോലെ, അല്ലെങ്കിൽ ചട്ടി, കോടാലി, ബക്കറ്റ് പോലെ. ഇതാണോ വെള്ളം, ഉപ്പ്, തീ, അതുപോലെ അങ്ങനെ അത് പലതും പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് അഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തേക്കിടുമ്പോൾ. എന്താണ് ഭൂമിയുടെ ഭാരങ്ങൾ എന്നുള്ളത്? അപ്പോ സൂറത്തുൽ ഖാരിയ അല്ല, സൂറത്തുൽ സുൽസില. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ അല്ലേ? അപ്പൊ ദാ ആ സൂറത്ത് എടുത്ത് നോക്കുക. വഅഖ്റജത്ത് എന്താണ് ഭൂമിയുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ എന്തൊക്കെയാ നോക്കിയാൽ കുനൂസുഹ വമൗതഹ, ഭൂമിയുടെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ഒരുപാട് നിധികളും അതേപോലെ തന്നെ അവിടെ മരണപ്പെട്ട ആളുകളുമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഭാരങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സുൽസില എന്നുള്ള പദത്തിന്റെ അർത്ഥം ജസ്റ്റ് നോക്കിയാ ഹുരിക്കത്തിൽ അർള്, ഭൂമി എന്ത് ചെയ്യുക? ഹുരിക്കത്തിൽ അർള്, ഭൂമി ഇങ്ങനെ കുലുങ്ങുക എന്നുള്ളതാട്ടോ അർത്ഥം.
ഇനി അടുത്തത് അൽഹാക്കും, നിങ്ങൾ ജോലിയാക്കിയിരിക്കുന്നു. അൽഹാക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഷാലക്കും അൻ തോഅത്തില്ല. തക്കാസുർ, തക്കാസുർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. എന്താ, സൂറത്ത് തക്കാസുർ എടുത്ത് നോക്കി. അൽഹാക്കും ഷാലക്കും അൻ തോഅത്തില്ല. ഏത് അത്തക്കാസുർ. തക്കാസുർ പറഞ്ഞാൽ അത്തഫാഖുറു ബിൽ അംവാലി വൽ ഔലാദി, മക്കളെ കൊണ്ടും അതേപോലെ തന്നെ സന്താനങ്ങൾ സമ്പത്ത് കൊണ്ടും അഹങ്കരിക്കുക. തക്കാസുർ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക, തഫാഹുർ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കിയേക്കാം. കാന മുലൂക്കുൽ മനാത്തിക്ക് യുഅല്ലിമൂന അഹ്ലിൽ മക്ക ബിമ, ഓരോ ദിക്കിലുമുള്ള ആളുകൾ മക്കയുടെ ആളുകളെ നല്ലോണം, മക്കയുടെ അഹ്ലുകാരെ നല്ലോണം ബഹുമാനിച്ചിരുന്നു. അവർ ഭയങ്കര സംഭവമാക്കി കണ്ടിരുന്നു. അതിനുള്ള കാരണം എന്താ, നമുക്കതിൻ്റെ സൂറത്തുൽ ഖുറൈശ് ഒന്ന് എടുത്ത് നോക്കിയേക്കാം. സൂറത്തുൽ ഫീലിലാണ് അതിൻ്റെ സംഭവം പറയുന്നത്, പക്ഷെ ഖുറൈശിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏതാ നോക്കിയേക്കാം. യുഅല്ലിമൂന വകാന മുലൂകുൽ മനാതിഖ് അല്ലതി യുഅബ്ബിറൂനഹ യുഅല്ലിമൂന അഹ്ലു മക്ക ലിഅന്നഹും ജീറാനു ബൈത്തില്ല. അവർ അള്ളാഹുവിൻ്റെ വീടിൻ്റെ അയൽവാസികളായത് കാരണത്താലാണ് അതുണ്ടായത്. മനസ്സിലായോ? അവർ അള്ളാഹുവിൻ്റെ വീടിൻ്റെ അയൽവാസികളായത് കാരണത്താലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അവരെന്താണ്, നമുക്ക് അറബി മലയാളത്തിൽ ഇത് അവർ അള്ളാഹുവിൻ്റെ വീടിൻ്റെ അയൽവാസികളായത് കാരണത്താലാണ് മക്കാർ അവരെ ഭയങ്കരമാക്കി കണ്ടിരുന്നത്. ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ. കണ്ടോ, സൂറത്തുൽ ഹുമസ ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൂറത്തുൽ ഹുമസ ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഅ്മിനീങ്ങളെയും കളിയാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്. കണ്ടോ, നസലത്ത് ഈ സൂറത്ത് ഇറങ്ങി ഫീമൻ കാന യാതാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീന ഉമയ്യത്ത് ബിൻ ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫും മറ്റുള്ളവരും മുഅ്മിനീങ്ങളെയും നബിതങ്ങളെയും കളിയാക്കിയ സമയത്താണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉള്ളത്? ഇൽമുൽ യഖീൻ മാഹുവ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സൂറത്തുൽ ഖാരിയ എടുക്കാം. സൂറത്തുൽ ഖാരിയ അല്ല, സൂറത്തുൽ തഖാസുർ. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലൊരു കാര്യം പഠിക്കാനുണ്ട്. ഇൽമുൽ യഖീൻ എന്താന്നുള്ളതും ഐനുൽ യഖീൻ എന്താന്നുള്ളതും പഠിക്കാനുണ്ട്. സിമ്പിളാണ്, അതാണ് ഇവിടെ വ്യത്യാസം പറയുന്നത്. വൽ ഫർഖു ബൈനൽ ഇൽമുൽ യഖീൻ വ ഐനുൽ യഖീൻ. എന്താണ്? അന്ന ഇൽമുൽ യഖീൻ ഹുവ ഇദ്റാഖു ഷൈഇൻ മിൻ ഐരി മുശാഹദത്തിൻ. കാണാതെ ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നതിനാണ് ഇൽമുൽ യഖീൻ. ഇൽമ്, അറിവ് എന്ന് പറഞ്ഞ സംഭവം എവിടെ ഉണ്ടാവുക? നമ്മുടെ തലൻ്റെ ഉള്ളിലല്ലേ. അത് നമുക്ക് കാണുമോ? ഇല്ല. ഒരാൾ നമുക്ക് അറിവ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനൊന്നും സാധിക്കില്ലല്ലോ. അതാണ് കാണാതെ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഐന് പറഞ്ഞ കണ്ണ്, നേരെ അതിന്റെ ഓപ്പോസിറ്റ് നോക്കി ഇൽമു ബിഹി മാൽ മുഷാഹദ. കണ്ടുകൊണ്ട് ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയാ? ഐനുൽ യഖീൻ എന്ന് പറയുക. ഓക്കെ, മൻ യകൂൻ ഫി ഈശത്തിൻ റാളിയ. ഏറ്റവും സുഖജീവിതത്തിൽ ആരാണുള്ളത്? ഏറ്റവും സുഖജീവിതത്തിൽ ആരാണ് ഉണ്ടാവുക? ഇതൊക്കെ നമുക്ക് ഈ സൂറത്തുകൾ കാണാതെ അറിയിച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരം എഴുതാട്ടോ. നമുക്ക് ഇനി സൂറത്തുൽ ബയ്യിന എടുത്ത് നോക്കാം. ബയ്യിന എടുത്ത അതിൻ്റെ ആൻസർ ഉണ്ട്. فأما من ثقلت موازينه فهو في عيشة راضية. കേട്ടോ, فهو في عيشة راضية ആരാണ്? فأما من ثقلت موازينه وأما من خفت وما أدراك ما هي نار. സോറി സൂറത്തുൽ ബയ്യിന അല്ല, ഹുമസ, സൂറത്തുൽ ഖാരിയ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. കണ്ടോ, അതിന്റെ ഉത്തരം അങ്ങനെ എഴുതിച്ചാൽ മതി. എന്താണ്? ആരെങ്കിലുടെയും മീസാന് ഭാരം കൂടിക്കഴിഞ്ഞാൽ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ എന്താണ്? തൃപ്തികരമായ ജീവിതത്തിലാണ്. അപ്പം ഇനി നമുക്ക് ചോദിച്ചു, ആരാണ്? ഫഉമ്മുഹു ഹാവിയ.
ഹാവിയ എന്നുള്ള മടക്കസ്ഥലം ആർക്കാ കിട്ടുക? അമ്മാവൻ ഹഫത്ത് മവാസീനു, മീസാൻ ആരുടെയും കരം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഹാവിയ എന്നുള്ള നരകാണ്. ഈ ഹാവിയ എന്താന്ന് ചിലപ്പോൾ ചോദിക്കാം. ഹാവിയ വമാ ഹാവിയ, ഹാവിയ പറഞ്ഞ എന്താണ്? നാറുൻ ഹാമിയ, അത് കത്തിജ്വലിക്കപ്പെട്ട നരകമാകുന്നു എന്ന് പറയാം. ഇവിടെ ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. നാറുക്കും ജുസോമിൻ സബീന ജുസോമിൻ നാരി ജഹന്നം. നമ്മുടെ ഈ ഭൂമി ലോകത്തുള്ള തീ ഉണ്ടല്ലോ, അത് നരകത്തിലുള്ള തീയിന്റെ 70 ഇരട്ടിയുടെ ഒന്നാണ്. നമുക്ക് ഇവിടുത്തെ ഭൂമിയിലുള്ള തീയിനേക്കാൾ 70 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീയിനുണ്ടാവുക. അപ്പൊ ഇവിടെ എത്ര ചൂടുണ്ട്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേക്കാം. അർബത്ത് അഷ്യായിൻ മാൻ അതാ ബിഹാ ഫലൈസ ഫിൽ ഹുസ്റാൻ. സൂറത്തുൽ അസ്ർ ഒന്ന് എടുക്കുക. എന്താ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ. ഒരാൾക്ക് 4 ക്വാളിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ പരാജിതനല്ല. ഏതൊക്കെയാണ് ആ 4 ക്വാളിഫിക്കേഷൻ? നമുക്ക് നോക്കിയാൽ സൂറത്തുൽ അസ്ർ ഒന്ന് എടുത്തു നോക്കി. എന്താണ് സൂറത്തുൽ അസ്റിൽ പറയുന്ന ആ ക്വാളിഫിക്കേഷൻ? സോറി, ഇത് നസ്റാണ്. സൂറത്തുൽ അസ്ർ എടുത്തു കഴിഞ്ഞാൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനെല്ലാവരും പരാജയത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് ഇല്ലല്ലദീന, ചില ആളുകൾ ഒഴികെ. ആരാണ്? 1 ആമനു വ അമീലു സ്വാലിഹാത്തി 2 വതവാസൗ ബിൽ ഹക്കി 3 വതവാസൗ ബിസ് സബർ 4. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പിന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് എന്തുള്ളത്? പരാജയം ഇല്ലാത്തത്. ബാക്കിയുള്ളവരൊക്കെ പരാജയത്തിലാണ്. അപ്പോൾ 1 അൽ ആമനു, വിശ്വസിക്കുക, അമിലു സ്വാലിഹാത്ത്, നല്ല കാര്യം ചെയ്യുക, ഹക്ക് കൊണ്ട് കൽപ്പിക്കുക, അഥവാ സോബിസ് സബർ, കൽപ്പിക്കുക പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കട്ടോ, വസിയത്ത് ചെയ്യുക, അഥവാ സോബിസ് സബർ, ക്ഷമ കൊണ്ടും വസിയത്ത് ചെയ്യുക. നെക്സ്റ്റോ ഫവായിദ് അക്സർ സമരത്തീൻ, അത്തിപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഏതാണ്? സിമ്പിളായിട്ട് എഴുതാം. നമുക്ക് മൂലക്കുരു കൊഴിഞ്ഞു പോകും, അതേപോലെ തന്നെ കഫം കുറയും, അതേപോലെ തന്നെ 2 വൃക്കകൾ ശുദ്ധീകരിക്കും, മൂത്രസഞ്ചിയിലുള്ള കല്ല് നീങ്ങും, അങ്ങനെ രീതിയിൽ. ഉക്തുബുൽ മാനാബിൽ അറബിയ, അറബിയിൽ എഴുതാനാണ്. അദ്ദീൻ, അദ്ദീൻ എന്നുള്ളതിൻ്റെ ദീനുൽ അൽ മില്ലത്തുൽ മുസ്തഖീമ, നമ്മൾ ദീനുൽ ഖയ്യിമ അൽ മില്ലത്തുൽ. അപ്പോൾ അദ്ദീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അൽ മില്ലത്ത് എന്ന് എഴുതാം. സാഹൂൻ, സാഹൂൻ എന്ന് പറഞ്ഞാലോ ഗാഫിലൂൻ. സാഹൂൻ എന്നുള്ള പദം എവിടെ വരുന്നത്? അല്ലദീനഹും അൻ സ്വലാത്തീം സാഹൂൻ. കണ്ടോ ഗാഫിലൂൻ എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. സാഹൂൻ എന്ന് പറഞ്ഞാൽ ഗാഫിലൂൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, യുക്കദ്ദിബു ബിദ്ദീൻ, ദീന് കൊണ്ട് കളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്കദ്ദിബു ബിൽ മിആദ്, മടക്കസ്ഥലം കൊണ്ടും വൽ ജസാ, പ്രതിഫലം കൊണ്ടും. മിആദ് അതേപോലെ തന്നെ മടക്കസ്ഥലം, പ്രതിഫലം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഇതാ. അദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, സോറി, മില്ലത്ത് എന്നല്ല, മില്ലത്ത് എന്ന് മറ്റൊരു പാഠത്തിലുണ്ട്. അദ്ദീൻ പറഞ്ഞ, പിന്നെ ദീൻ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശം എന്താണ്? ബിൽ മഗാദ്, മടക്കസ്ഥലം കൊണ്ടും വൽ ജസാ, പ്രതിഫലം കൊണ്ടും. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. സിജ്ജീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, കേട്ടിട്ടില്ലേ? അലം സൂറത്തുൽ ഫീൽ എടുത്ത് നോക്കിയേക്കാം. എന്താണ് ഫീൽ നിലയിൽ സിജ്ജീൽ എന്നുകൊണ്ട് ഉദ്ദേശം പറയുന്നത്? സിജ്ജീൽ എന്ന് പറഞ്ഞാൽ തീരുൻ മത്ബൂഹുൻ, ചുട്ടുപഴിപ്പിക്കപ്പെട്ട കല്ല്, മണ്ണ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ സിജ്ജീൽ എന്നുള്ളത് നോക്കിയേക്കും, തീരുൻ മത്ബൂഹുൻ. ഓക്കെ, അത്തക്കാസുർ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? അത്തഫാഹുർ ബിൽ അംവാലി വൽ ഔലാദി, സമ്പത്ത് കൊണ്ടും അതേപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടും അഹങ്കരിക്കുക. അൽ ഫറാഷ്, ഫറാഷ് പറഞ്ഞാൽ എന്താ? അൽ ഹഷറത്തുല്ലതി തത്തസാഖത്തു അലന്നാരി ഫില്ലയാലി, രാത്രിയിൽ തീയിൻ്റെ മേൽ കൊഴിഞ്ഞു വീകുന്ന ഈയാമ്പാറ്റകൾക്കാണ് അൽ ഫറാഷ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തു. സബാനിയ,
അത് സൂറത്തുൽ അലക്ക് എടുക്കുക. അലക്ക് ഇഖ്റ ബിസ്മില്ലേ, ഇഖ്റ ബിസ്മി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് പദങ്ങൾ പഠിക്കാനുണ്ട്. അത് ഏതാന്ന് നോക്കിയ കേട്ടോ. അബൂജഹൽ വിളിക്കേണ്ട ആൾക്കാരൊക്കെ വിളിച്ചോട്ടെ, ഞാൻ സബാനിയ എന്ന മലക്കുകളെയും വിളിക്കും. സബാനിയ പറഞ്ഞ എന്താ? അൽ മലായികത്തുൽ ഗിലാദ് ഷിദാദ്, ഭയങ്കര ശക്തിയുള്ള എന്താ അദാബിന്റെ മലക്കുകളാണ് ആര്? സബാനിയ എന്നുള്ളത്. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ ഒരു 3 വാക്കുകളും പഠിക്കണേ. റുജു, റജ, റുജ. നാസിയ പറഞ്ഞ നാസിയത്തോടെ മൂർധാവ് എന്നർത്ഥം. നമ്മുടെ ഈ നെറ്റിന്റെ മുടിയില്ലേ, നെറ്റിന്റെ ഭാഗത്തൊരു മുടി തുടങ്ങുന്ന സ്ഥലം, അതാണ് നാസിയത്ത്. അഷാറു തൊവീലു ഫി മുഖദ്ദമ റാസ്, തലയുടെ മുൻഭാഗത്തുള്ള നീളമുള്ള മുടി. നാദി പറഞ്ഞ അൽ മക്കാനില്ലതി യജ്തമു ഫിന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അസബാനിയ പറഞ്ഞ അൽ മലായികത്തുൽ ഇലാദ് ഷിദാദ്. അപ്പം ഇനി ബാക്കിയുള്ളത് അൽ ബയ്യിന. ബയ്യിന എന്നുള്ളത് ശരിക്കും നോക്കണം കേട്ടോ. അൽ ബയ്യിന എന്നുള്ള പദം വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു പദമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും അവരെന്ത് ചെയ്തിട്ടില്ല, അവർക്ക് യഥാർത്ഥ തെളിവ്, ബയ്യിനത്ത് പറഞ്ഞാൽ ശരിക്കും വാക്കർത്ഥം തെളിവ് എന്നാണ്, തെളിവ് എത്തിയിട്ട് പോലും അവർ വിശ്വസിച്ചിട്ടില്ല. എന്താണ് ഈ തെളിവ് കൊണ്ട് ഉദ്ദേശം? എന്ത് തെളിവ് അള്ളാഹു അവർക്ക് കൊടുത്തത്? അതാണ് അൽ ഹുജ്ജത്തുൽ വാലിയ. എന്താണ് ഏറ്റവും അൽ ഹുജ്ജത്തുൽ വാലിയ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ തെളിവ്. ഈ വ്യക്തമായ തെളിവ് ആരാണ്? വഹിയ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നമ്മളിവിടെ അൽ ബയ്യിന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ വഹിയ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് വ്യക്തമായ തെളിവ് എന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ നോക്കി,